ഈ സ്റ്റിക്കർ പാസ് ഇല്ലാണ്ട് നമുക്ക് ബസ്സിലോ ട്രെയിനിലോ ഈവൻ ഹോസ്പിറ്റലിൽ പോലും പോകാൻ പാടില്ലായിരുന്നു. 1ാം ക്ലാസ് മുതൽ +2 വരെ ഉള്ള സ്റ്റുഡൻസിന്റെ കയ്യിൽ ഈ പാസ് ഉണ്ട്, സെയിം പാസ്. അപ്പം നമുക്ക് എല്ലാ 2-3 മാസം കൂടെ വേണം ഇങ്ങനത്തെ പാസ് കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ഇതെന്താ ഈ പാസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചർമാര് നമുക്ക് കൊറോണ കിറ്റ് തരും. കൊറോണ ടെസ്റ്റ് കിറ്റ് ഉണ്ടല്ലോ, അതൊരു കുഞ്ഞു പാക്ക് ഉണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റുഡൻസിന് കൊടുക്കും. കറക്റ്റ് ഇൻസ്ട്രക്ഷനൊക്കെ ആദ്യം തന്നെ പഠിപ്പിച്ചോന്ന് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. സ്റ്റുഡൻസിന് ഈവൻ കുഞ്ഞു പിള്ളേർക്ക് പോലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ആ രീതിയിൽ പറഞ്ഞു കൊടുത്തു. നഴ്സറി പിള്ളേരൊക്കെ പോലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പിള്ളേർ പോലും അത് സ്വന്തമായിട്ട് തന്നെ അതൊക്കെ ചെയ്തത്. കുഞ്ഞു പിള്ളേരാണെങ്കിൽ അവർക്ക് സഹായം ഉണ്ടെങ്കിൽ ടീച്ചർമാർ ചെയ്തു കൊടുക്കുമായിരുന്നു. എന്നിട്ട് അത് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഒരു ഇതുണ്ടല്ലോ, അതിൽ കറക്റ്റ് കാണിക്കും നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. പോസിറ്റീവ് ആണെങ്കിൽ 2 വര, നെഗറ്റീവ് ആണെങ്കിൽ 1 വര. ടീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യും ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇൻ കേസ് പോസിറ്റീവ് ആണെങ്കിൽ അപ്പം തന്നെ പിള്ളേരെ വീട്ടിൽ പറഞ്ഞു വിടും. 13/9/2021 ഞാൻ ടെസ്റ്റ് ചെയ്ത് അത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇത് കണ്ട ഒരു സ്റ്റിക്കർ. ഈ സ്റ്റിക്കർ ടീച്ചർ എനിക്കിതിൽ ഒട്ടിച്ചു തന്നത്. അങ്ങനെ എല്ലാ സ്റ്റുഡൻസിന്റെയും ടീച്ചർമാരിങ്ങനെ ഓരോന്നായിട്ട് പോയി നോക്കി ചെക്ക് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും. എല്ലാ സ്കൂളിലും എല്ലാ സ്റ്റുഡൻസിലും രാവിലെ 8 മണി മുതൽ 8:20 ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ അവർ ക്ലാസ്സൊക്കെ മാറ്റി ചെയ്ത് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത്. എന്നിട്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എപ്പോഴും ഒരു ID പാസ് പോലെ നമ്മൾ കൂടെ കൊണ്ടു നടക്കണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റൂമിൽ 3 പേരെ ഇരിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ 3 പേർ ഇരിക്കാനാണെങ്കിൽ പോലും ഈ പാസ് നെഗറ്റീവ് എന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റൂ. കാരണം ഇൻ കേസ് ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവർക്കും വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവർ ഈ റൂൾ കൊണ്ടുവന്നത്. തുടക്കത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ ടെസ്റ്റ് ചെയ്തു, എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എല്ലാ 2 ദിവസം കൂടുമ്പോൾ, പിന്നെ എല്ലാ 3 ദിവസം, പിന്നെ ഇപ്പം ആഴ്ചയിൽ ഒരിക്കലായി. പിന്നെ കൊറോണ ഒക്കെ ടോട്ടലിയൊക്കെ പോയപ്പോൾ അത് നിർത്തി.